ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ചൂടിന് കുടിക്കാൻ പറ്റിയ നല്ല കുളിർമയേകിയ ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഉറുമാമ്പഴം അഥവാ പോമോഗ്രാനേറ്റ് അഥവാ ഇതിന് എന്താ പറയുക ഉറുമാമ്പഴം, ഇങ്ങനെയൊക്കെ പല പേരും ഉണ്ട്. അത് ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് 3/4 ഭാഗത്തിലേറെ അതിൻ്റെ ആ ഒരു ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് മുതൽ 3/4 ഗ്ലാസ് വരെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അരച്ചെടുക്കാം. കുരുവൊന്നും അരിഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. അപ്പോൾ ഇതിൻ്റെ കുരു ഒന്നും അടിഞ്ഞിങ്ങനെ പോകാതെ അരഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് കറക്കിയാൽ തന്നെ നല്ല നീര് കിട്ടും. അപ്പോൾ ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഈ മിക്സിയുടെ ജാറിൽ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കാം. നല്ല ടേസ്റ്റിയായ ഒരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ചൂട് സമയത്ത് നല്ല കുഴങ്ങി വരുന്ന സമയത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനിതൊരു വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിവിടെ മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിത് സാധാരണ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുത്തുന്ന ആ ഒരു ഇതില്ലേ അതെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു 1/4 ഭാഗം ഉറുമാമ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 10ഓളം വരുന്ന പുതിനയില എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് ആ ഇടികല് കൊണ്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. അരക്കുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് ചതച്ചിതാണ്ട, ഇതുപോലെ ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി. വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്നിങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ ഇഞ്ചിയൊക്കെ ചതച്ചെടുക്കുന്നത് പോലെ ചതയ്ക്കണ്ട കേട്ടോ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ ആ പുതിനയിലേക്ക് ഒന്ന് ചതഞ്ഞു വരും. അപ്പോൾ തന്നെ മാതളങ്ങയും ഒന്ന് ചതഞ്ഞു വരും. അത്ര മതി. അപ്പോൾ ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ്. ഒരു 1-2 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചതച്ചെടുത്തിട്ടുള്ളത് ഇതിൽ 2 ഗ്ലാസ്സിലേക്കാണ് സെർവ് ചെയ്യുന്നത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് സോഡയാണ്. അപ്പോൾ നമുക്ക് സോഡ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം സോഡ വേണം അതിനനുസരിച്ച് സോഡ ഫില്ല് ചെയ്യാം. പിന്നീട് നമ്മളിവിടെ അടിച്ചു വെച്ചിട്ടുള്ള ജ്യൂസും കൂടി ഫില്ല് ചെയ്താൽ മതി. ജ്യൂസ് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ ചതച്ചെടുത്ത വെളുത്തുള്ളി ഗ്രാനൈറ്റിലേക്ക് പിന്നെ ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ പതഞ്ഞ് കുറച്ച് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അടിച്ചു വെച്ച ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് പുറത്തൊക്കെ പോയിട്ട് വലിയ പൈസ കൊടുത്തൊന്നും വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ നമുക്ക് കുറഞ്ഞ ചേരുവ വെച്ച് തയ്യാറാക്കി എടുക്കാം. ആവശ്യത്തിന് 1-2 ഐസ് ക്യൂബൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത് വേണമെങ്കിൽ ആദ്യം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നല്ല വില കൂടിയ ഒരു ഡ്രിങ്ക് മൊയ്റ്റോ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക. ലൈക്കും ചെയ്യുക കേട്ടോ. ബിസ്മി കിച്ചൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റ് എടുത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വേണ്ടി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.